ഹലോ, മുരിക്കൻസ് ഗ്രൂപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം നാഗമഠം മൈതാനത്ത് എക്സിബിഷനിലാണ്. നമുക്കിന്ന് ഈ ടെൻറ്റിനുള്ളിലെ കാഴ്ചകൾ കാണാം. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ. എന്നാലും സ്റ്റോളിലെ ഒരു സ്റ്റാഫിനോട് നമുക്ക് ഇവിടുത്തെ ബാക്കി വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഫ്ലൈലൈൻ ഡിജിറ്റൽ പ്രൊട്ടക്ടറിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? ഫ്ലൈലൈൻ ഇലക്ട്രിക് പ്രൊട്ടക്ടർ നമ്മുടെ വീടുകളിൽ വരുന്ന ഹൈ വോൾട്ടേജിനെയും ലോ വോൾട്ടേജിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. സാധാരണ നമ്മളെ വീട്ടിൽ ഹൈ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹൈ വോൾട്ടേജും ലോ വോൾട്ടേജും സെറ്റ് ചെയ്യാൻ പറ്റും കസ്റ്റമർക്ക് തന്നെ. ആ സെറ്റിങ്സിന് വെളിയിൽ, അതായത് ഹൈ വോൾട്ടേജ് ഇപ്പോൾ 240 വോൾട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് കട്ട് ഓഫ് ചെയ്യും. അതുപോലെ ലോ വോൾട്ടേജ് 170 സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 170 വോൾട്ടിന് താഴെ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റായിട്ട് കട്ട് ഓഫ് ചെയ്യും. അതുപോലെ ഇനിയൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ടൈം ഡിലേ ഉണ്ട്. ഇപ്പോൾ കറണ്ട് പോയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ടൈം ഡിലേ നമുക്ക് വെച്ചിട്ടുണ്ട്. ആ ടൈം ഡിലേ കഴിഞ്ഞ് നമ്മുടെ ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്സുകൾ ഓൺ ആകത്തുള്ളൂ. അപ്പോൾ സാധാരണ കറണ്ട് പോയിട്ട് വരുമ്പം വീടുകളിൽ പെട്ടെന്ന് ഹൈ വോൾട്ടേജ് കയറി വരാൻ സാധ്യതയുണ്ട്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ ടൈം ഡിലേ കൊണ്ട് സാധിക്കും. പിന്നെ ഇതിന് സർജ് ഒരു പരിധി വരെ സർജും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് മെയിൻലി നമുക്ക് ലൈൻ വോൾട്ടേജ് എപ്പോഴും ഇതിൽ മോണിറ്റർ ചെയ്യാൻ പറ്റും. ഞാൻ സാധാരണ കണ്ടിരിക്കുന്ന ഈ വാട്ടർ ഹീറ്ററുകളെല്ലാം ഇങ്ങനെ കുറേ ട്യൂബ് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന പോലെ ഉള്ള വാട്ടർ ഹീറ്ററാണ്. പക്ഷേ ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. അതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പറഞ്ഞു തരാമോ? സോളാർ വാട്ടർ ഹീറ്റർ 2 മോഡലിലുണ്ട്. FEC മോഡലും ETC മോഡലുമാണ്. ഇതിൽ FEC മോഡലാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് സാധാരണ കാണുന്ന ട്യൂബിനേക്കാളും വ്യത്യസ്തമായിട്ട് ഇത് കോപ്പർ ട്യൂബിനകത്തൂടെയാണ് വെള്ളം ഇറങ്ങി വരുന്നത്. ആ തണുത്ത വെള്ളം കോപ്പർ ട്യൂബിനകത്തൂടെ വരുമ്പോൾ ആ കോപ്പർ ട്യൂബിൻ്റെ പുറത്ത് ഫ്ലാറ്റ് പ്ലേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. കോപ്പറിൻ്റെ പ്ലേറ്റുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറ്റ്മോസ്ഫിയറിലെ ചൂട് ഈ കോപ്പർ പ്ലേറ്റിൽ തട്ടുമ്പോൾ ആ പ്ലേറ്റ് കിട്ടുന്ന ചൂട് നേരെ നടുക്കൂടെ പോകുന്ന ട്യൂബിലേക്ക് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ആ ട്യൂബിനകത്ത് കിടക്കുന്ന വെള്ളം ചൂടായിട്ട് നമുക്ക് നേരെ ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്യും. അതാണ് ഈ ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടറിൻ്റെ ടെക്നോളജി. ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് മഴക്കാലത്ത് നമുക്ക് നല്ല ചൂടുവെള്ളം ഇതിൽ കിട്ടും. പക്ഷേ ഗ്ലാസ് ട്യൂബിനകത്ത് വരുന്ന വെള്ളം ചൂടാവാനായിട്ട് നല്ല വെയിൽ വേണം. സോളാർ ഇലക്ട്രോണിക് മേഖലയിൽ ഏറ്റവും ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള കമ്പനി തന്നെയാണ് മുരിക്കൻസ് ഗ്രൂപ്പ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.